എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങൾക്കായി ഇപ്പോൾ തായ്ലാൻഡിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള താരങ്ങളെ വെച്ച് ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരത്തിൻ്റെ ആദ്യ മത്സരം കളിക്കാൻ പോകുന്ന ഒരു ലൈനപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലൈനപ്പിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരത്തിലെ എതിരാളികൾ ആരാണെന്ന് ഇതുവരെയും റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് തന്നെ അത് ഉടൻ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുള്ള താരങ്ങളെ വെച്ചാണ് നമ്മൾ ഈ ലൈനപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോട്ട് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ISL അപ്ഡേറ്റുകൾക്കുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി പ്രീ സീസൺ മത്സരങ്ങളിൽ ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് നോറ ഫെർണാണ്ടസ് ആണ്. കാരണം സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങളുടെ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല. താരത്തിൻ്റെ പരിക്ക് പൂർണ്ണമായി മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നോറ ഫെർണാണ്ടസിനെ നമുക്കവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ രണ്ട് സെൻറ്റർ ബാക്കുകളായി പ്രീതം കോട്ടാൽ, അതുപോലെ തന്നെ ഹോർമി പാം റോയ്വ. മിലോസ് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിനോടൊപ്പം ചേർന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മിലോസിനെ ഉൾപ്പെടുത്താത്തത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ അവിടെ നവോച്ച സിംഗിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് സന്ദീപ് സിംഗിനെയും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ വിപിൻ മോഹനനും അതുപോലെ തന്നെ ജിക്സൺ സിംഗിൻ്റെയും ഒരു കോംബോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിഡിൽ രാഹുൽ KP യും അഡ്രിയാൻ ലൂണയും അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് സ്ട്രൈക്കേഴ്സായി കളിക്കാൻ സാധ്യതകൾ കാണുന്നത് നോവ സദോയും അതുപോലെ തന്നെ ജോഷുവ സൊട്ടിരിയോയും ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു അണിനിരത്തിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്തായാലും പ്രീ സീസൺ മത്സരങ്ങളിൽ വമ്പൻ ക്ലബ്ബുകളുമായാണ് ബ്ലാസ്റ്റേഴ്സ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മികച്ച വിജയം നേടിക്കൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുമ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങളെല്ലാം വിജയിച്ച് ഡ്യൂറൻ കപ്പിന് വേണ്ടി തയ്യാറെടുക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം.